ഇന്ന് ഞാനൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് ഉഴുന്ന് വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് ഇനി കഴുകിയെടുക്കണേ. എല്ലാം നല്ലതായിട്ട് കഴുകി ഇത് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചു. പിന്നെ 1 സ്പൂൺ ഉലുവ അതും നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ രാവിലെ 7 മണി ആയപ്പോഴാണ് ഈ ഉലുവായും ഉഴുന്നും വെള്ളത്തിലിട്ടത്. ഇപ്പോൾ ഒരു 3 മണിയായി. 3 മണി ആയപ്പം ഇതെല്ലാം നന്നായിട്ട് കഴുകി മാറ്റി വെച്ചത് കുതിർന്നു. അപ്പോൾ ഇതിനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരയ്ക്കണം. വെള്ളം കൂടിപ്പോകരുത്. നമുക്ക് ഉഴുന്നുവട ഉരുട്ടിയെടുക്കാൻ പരുവത്തിന് മാത്രം വെള്ളം ആകാവും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ വലിയ പ്രയാസം വേണം. അപ്പോൾ ഉഴുന്നും ആ ഉലുവയും ഇച്ചിരി വെള്ളമെല്ലാം കൂടെ ഒഴിച്ചിട്ട് ഒരു ശകലം വെള്ളം കൂടെ ഒഴിക്കേണ്ടി വരും. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഉലുവയും കൂടി ഇടുമ്പോൾ നല്ല മയമാണ് ഈ ഉഴുന്നുവടയ്ക്ക്. അപ്പോൾ അരച്ചിട്ട് ഉലുവയും കൂടെ നന്നായിട്ട് അരച്ചു. ഇനിയും ഒരു 2 സവാളയാണ് ഞാൻ എടുത്തത്. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. കൊച്ചുള്ളി ആണെങ്കിലും ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ ഒരു 3 പച്ചമുളകും അരിഞ്ഞെടുത്തത്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഴുകി അരിഞ്ഞെടുത്തത്. പിന്നെ അല്പം കുരുമുളകും കൂടി ഇട്ടാൽ, ഒരു 5-6 കുരുമുളകും കൂടി ഇട്ടാൽ നല്ലതാണ്. നമ്മൾ ഉഴുന്നുവട കഴിക്കുമ്പോൾ പിന്നെ കുരുമുളക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിട്ടാൽ നല്ലതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്തിട്ട് കുഴയ്ക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് എടുക്കണേ. ഉപ്പ് കൂടിപ്പോകാതെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് കറിവേപ്പിലയെല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഉഴുന്നുവട ഉണ്ടാക്കാൻ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാൻ പാകത്തിനും കാണുമല്ലോ. അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതെല്ലാം ആ സവാളയും അതും പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം എല്ലായിടത്തും ഒന്ന് യോജിച്ച് വരണം. ആ ഉപ്പും എല്ലാം ഒന്ന് യോജിച്ച് വരണം. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനിയിപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഉരുളി എടുത്ത് ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത്. ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളയ്ക്കാറായി. എന്നിട്ട് ഇനി ആ മാവ് ഒന്ന് ഉരുട്ടിയെടുക്കണം. മാവ് ഉരുട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ വെള്ളം കയ്യിലൊന്ന് തൊട്ടിട്ടാണ് ഈ മാവ് ഉരുട്ടിയെടുക്കുന്നത്. വെള്ളം കയ്യിൽ തൊട്ട് നമുക്ക് ഉരുട്ടിയെടുത്താൽ നമ്മുടെ കയ്യിൽ ഈ മാവൊന്നും പറ്റിപ്പിടിക്കുകയില്ല. നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉരുട്ടിയിട്ട് നടുക്കൊരു കിഴുത്ത കിഴിച്ച് നമുക്ക് ഇടാൻ പറ്റും. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോയി കഴിഞ്ഞാൽ അധികം വരികയില്ലേ. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി ഒത്തിരി അധികം വരും. പിന്നെ നമുക്ക് പിന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ ശരീരത്തിന് അഴുക്കാണല്ലോ. അത് കാരണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ. ഇതല്ലേ ഇനി മൂത്ത് വരണം. ഒത്തിരി കൂട്ടിയിടല്ലേ. തീ കൂട്ടിയിട്ടാൽ അതിൽ കരിഞ്ഞു പോവും. അപ്പം തീ കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.
ഇതിനി മൂക്കണം. മൂക്കാതെ തിരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാനും പ്രയാസമാണ്. ഇടയ്ക്ക് മൂത്തൊന്ന് നോക്കണം നമ്മൾ, കരിഞ്ഞു പോവാതെ. മൂത്തില്ല, കുറച്ചുകൂടെ മൂക്കാനുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ലതാണ്, നല്ല മയമാണ് നമുക്ക് ഉഴുന്നുവട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒന്ന് മൂത്തോ നോക്കുവാണ്, ഇച്ചിരി കൂടെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മൂത്തു, ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് ഇപ്പുറത്തെ വശം കൂടെ ഒന്ന് മൂത്തെടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് അരയ്ക്കാൻ പ്രയാസമാണെങ്കിൽ രണ്ടായിട്ടിട്ട് അരച്ചെടുക്കണേ. ഉഴുന്നുവട എല്ലാം മൂത്തു, ഇനി അത് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ. ഇങ്ങനെ വെള്ളമായി ഒന്ന് തൂത്ത് കൊടുത്താൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും. എണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ, അത് കാരണമാണ് ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്.
അങ്ങനെ ഉഴുന്നുവട എല്ലാം റെഡിയായി കേട്ടോ. നല്ല സോഫ്റ്റ് ഉഴുന്നുവടയാണേ.